എൻ്റെ മുഖത്തൊക്കെ കുറേ കുരു വരാൻ തുടങ്ങിയിട്ടോ. എനിക്ക് കൈയും കാല് ദേഹം മുട്ടുവേദന എല്ലാം തുടങ്ങിയവ എല്ലാവിധ വേദനകളും വരാൻ തുടങ്ങിയിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നിങ്ങനെ കുറച്ച് ഹെൽത്തി ആയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇപ്പോൾ എല്ലായിടത്തും ഹെൽത്തി ആണല്ലോ ട്രെൻഡ്. അതിന് കളിയൊക്കെ പറഞ്ഞല്ലോ കേട്ടോ. ശരിക്കും നമ്മുടെ ബോഡി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഇത്രയും നാൾ അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നത് ഇപ്പോൾ എന്താ പറയുക, വെറുതെ എനിക്കിങ്ങനെ തോന്നി. കാരണം എനിക്ക് അത്രയ്ക്ക് ദേഹം വേദന, മുട്ടുവേദനയാണ് സഹിക്കാൻ വയ്യാത്തത്. ഈ പ്രായത്തിലൊക്കെ മുട്ടുവേദന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അമ്മൂമ്മമാർക്കൊക്കെ എത്ര പ്രായത്തിലായിരിക്കും മുട്ടുവേദന വന്നിട്ടുണ്ടാകുന്ന ആലോചിക്കുക. എനിക്കൊക്കെ 30 വയസ്സായിട്ട് പോലും ഇല്ല, എന്നിട്ട് പോലും. അപ്പോൾ എനിക്ക് നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് തന്നെ നമുക്ക് പല വൈറ്റമിൻസ്, മിനറൽസ് മുതലായവ കുറയുന്നത് കൊണ്ടും കൂടുന്നതുകൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് ഞാൻ പിന്നെ ഷുഗർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങൾ കഴിക്കാനുള്ള ഷുഗർ പ്രത്യേകിച്ച് കഴിക്കുന്നില്ല. ഞാൻ സ്റ്റീവിയ ഒക്കെ മേടിച്ചിരുന്നു കേട്ടോ. ഞാൻ സ്റ്റീവിയ ഇവിടെ ഞാൻ പണ്ട് ഷുഗർ ഫ്രീ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി പ്രീ ഡയബറ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഫുഡും ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇത്രയും കാല് വേദന, എനിക്ക് ശരിക്കും ഉപ്പൂറ്റിയില്ല, അവിടെ ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഡെയിലി കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. എന്ത് ടേസ്റ്റാണെന്നറിയാം. അത് നമ്മുടെ കടല ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് ചിക്കൻ ബട്ടറിലിട്ട് ജസ്റ്റ് ഞാൻ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്താൽ മതി. ഞാൻ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഓവനിലാണ് ചെയ്യാറ്. ഇതിപ്പോൾ അന്നത്തേക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ മസാലയില്ലേ, ആ ഉള്ള മസാലയ്ക്കകത്ത് തന്നെ കടലയും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് നിർത്തി. ഇത് ക്യാൻഡ് ചിക്ക് പീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി ഇങ്ങനെ വേവിക്കേണ്ടോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാണെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുക്കുമ്പറും കൂടെ കട്ട് ചെയ്തിടുക. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇപ്പോൾ മഞ്ഞ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇതും കൂടി ഇടും കേട്ടോ. നമ്മുടെ ഉലുവ ഒന്നിക്ക് ഒരു ദിവസം ഉലുവ ഇടും, പിന്നെ ജീരകം ഇടും അടുത്ത ദിവസം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിയ സീഡ്സ് ഇടും. ഇതെല്ലാം ഇട്ട് രാവിലെ കുടിക്കാനായിട്ടാണ്. പിന്നെ അതിൻ്റെ മുട്ട പുഴുങ്ങിയൊന്നും കഴിക്കും കേട്ടോ. ഞാൻ ഒരെണ്ണം പുഴുങ്ങിന് മുന്നേ തന്നെ പൊട്ടിപ്പോയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും പൊട്ടിയൊക്കെ കിട്ടിയിട്ടോ. ഞാൻ അവർക്ക് പൊട്ടി ഇങ്ങ് തുറന്ന് പോകുന്നതാണ് എൻ്റെ ഇടയിൽ. എൻ്റെ ഒരു ഡാൻസാണ്. എനിക്കിപ്പോൾ ഞാൻ പണ്ടൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അത്ലീറ്റ് ആയിരുന്നു. ഞാൻ 800 മീറ്ററൊക്കെ റിലേ 1500 മീറ്റർ അങ്ങനത്തെ റിലേ ഒക്കെ ഓടിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും എനിക്ക് ഓടാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. ഡാൻസ് ചെയ്യുമായിരുന്നു, പാട്ട് കളിക്കുമായിരുന്നു. എനിക്ക് പിന്നെ എത്രയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്താണ് ഞാൻ ഷുഗർ കട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഹെൽത്തിന് ഇതിന് മാത്രമല്ല കേട്ടോ, എനിക്ക് പ്രീ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ വേറെ ദിവസം വീണ്ടും വരുന്നവരെ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.